ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബൈ വർഷ. സോ ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിക്കുകയായിരുന്നു. സോ ലൈക്ക് ഓരോ പ്രാവശ്യം വിചാരിക്കുക എന്നല്ലാണ്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിവേ ഐ ഹാവ് എ ഷൂട്ട് ടുഡേ. സോ ഐ തോട്ട് ഒരു വീഡിയോ ചെയ്യാം, അതിൻ്റെ ലൈക്ക് BTS ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ ഐ എം നോട്ട് ഈവൻ വെൽ, പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ട് ഐ ഹാവ് ടു ഡു ദാറ്റ് ഷൂട്ട്. അപ്പോൾ ലൈക്ക് മുഖമൊക്കെ ആകെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിവേ 4-4:30ക്കാണ് ഷൂട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആകെപ്പാടെ എനിക്ക് വയ്യാത്തതും കൂടി ഒരു ദിവസമായതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖത്ത് എൻ്റെ കാണും. സോ ദാറ്റ്സ് ഹൗ മൈ തിങ്സ് വർക്ക്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും മാസ്ക് എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല, ബിക്കോസ് മൈ സ്കിൻ ഇസ് റിയലി ബാഡ് ടുഡേ. അതെന്താണെന്നറിയില്ല, എപ്പോഴെങ്കിലും ഷൂട്ടിന് ഞാൻ പോകുമ്പോൾ എപ്പോഴും എൻ്റെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞാൻ കുറച്ച് മാസ്ക് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആവട്ടെ. ഞാനിപ്പോൾ ഇട്ടിരിക്കണ മാസ്ക് ഇതിൻ്റെ ഞാനൊരു വീഡിയോ എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാനിടാം. ബിക്കോസ് ടാനിങ്ങിന് ദി ബെസ്റ്റ് ഒരു മാസ്കാണിത്. ഇത് ചേച്ചിയാണ് എനിക്ക് ചെയ്തു തരാൻ പറയുക. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ചേച്ചിയോട് ചോദിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എനിക്ക് സംഭവം ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് എൻ്റെ ഫേസൊക്കെ ടാനായി കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റമൂലി എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയാണ്. ഈ ഒരു മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചേച്ചിയുടെ പിള്ളേരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഇതാണ് സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂളാണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അവരും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റെഡി ആവാൻ തുടങ്ങും. അപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഞാൻ റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടത് വീഡിയോ ഞാൻ ലോങ് ആക്കുന്നില്ല, ഞാൻ ഷോർട്ടായിട്ട്. ആരോ എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഹിക്കപ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോസ്, ഞാൻ എന്താ റെഡി ആവണം എന്നുള്ളത്. സത്യം. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡിയൊക്കെ ആയപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ട് കാണാൻ? അമ്മ പറയാ, നീ ഒരു തമിഴത്തി തന്നെ. എനിക്ക് ആക്ച്വലി ഒരു മലയാളി ലുക്കിനെക്കാട്ടിലും കൂടുതൽ ഞാനൊരു തമിഴ് ലുക്കാണെന്നാണ് അമ്മ പറയുന്നത്. ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ, ഞാൻ എൻ്റെ ഹാഫ് ഓഫ് ദ ലൈഫ് ഞാൻ തമിഴ്നാട്ടിലാണല്ലോ ജീവിച്ചത്. സോ ഫൈനലി വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണിത്. കുറുമ്പൂർ മര എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഇഷ്ടംമാതിരി ടൂറിസ്റ്റ് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. മേ ബി എല്ലാവർക്കും അറിയായിരിക്കും ഈ സ്ഥലത്തെ പറ്റിയിട്ട്. അപ്പം ഞങ്ങളവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ നമ്മുടെ ലൈറ്റ്സ് വെച്ച് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നു. അവിടെ നാച്ചുറൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ലേറ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ കുറേ അതേമാതിരി ഉള്ളിലൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇട്ടാൽ മതി. ഷൂട്ടിന്റെ ഇടയ്ക്ക് സാരി ഊരിപ്പോയി. അപ്പം ഇന്നത്തെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന നീതു ചേച്ചി കേട്ടോ. എൻ്റെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസും ഫോട്ടോസ് ആണെങ്കിലും നീതു ചേച്ചീൻ്റെ എടുക്കുക. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സാരി എൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും മോബൈ വർഷയാണ് കേട്ടോ.
അപ്പോൾ ഈ ഓബൈ വർഷ എന്താണെന്നറിയാത്ത കുറേ പേരുണ്ടാവും. ഓബൈ വർഷ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബൊട്ടീക്കിൻ്റെ പേരാണ്. ഇറ്റ് ഈസ് ഇൻ ഗുരുവായൂർ. അപ്പോൾ എനിക്ക് ആ ഒരു പേര് ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേരും ഓബൈ വർഷ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അമ്മയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് അമ്മ ഊഞ്ഞാലാടാനൊക്കെ തുടങ്ങി. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൾ ഭയങ്കര വൈബുള്ള ഒരാളാണ്. ഏതൊരു കാര്യമായാലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് ജെല്ലാവുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നല്ല ഫുഡ് അടിയായിരുന്നു. ഞാനതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇതപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ വീഡിയോസൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല, എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കാനായിട്ട്. സോ അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, കാരണം ബിക്കോസ് നമ്മൾ മോസ്റ്റ്ലി ഫോട്ടോസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അധികം നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മൾ ചെറുതായി എടുത്ത വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.